ചെറുപയർക്ക് കഴിക്കുന്ന ചെറിയ പ്രമേഹ രോഗികൾക്ക് വളരെ നല്ലതാണ്. പ്രമേയം ഉയരൂല, പ്രമേയം പൊങ്ങൂല. പ്രമേയത്തിനെ പ്രതിരോധിക്കാനും അതിൻ്റെ വളർച്ചയെ പ്രതിരോധിക്കാനും കരുത്ത് കുറക്കാനും എന്തിനു കഴിയും? ചെറുപയറിന് കഴിയും. എൻ്റെ ഭർത്താവിന് 375 ഷുഗർ. എന്താ ചെയ്യുക? 375 ഷുഗർ. അദ്ദേഹത്തെ എനിക്കറിയാം, നമ്മളിവിടെയൊക്കെ വരുന്ന ആളാണ്, വലിയ പ്രായമൊന്നുള്ള ആളല്ല. പക്ഷെ എന്താ സംഭവിച്ചതെന്നാൽ കൃത്രിമമായ ഭക്ഷണങ്ങൾ കഴിക്കും. പെണ്ണുങ്ങളത് ശ്രദ്ധിക്കില്ല. നാഡീവ്യൂഹങ്ങൾക്കൊക്കെ തളർച്ച ഉണ്ടാവും പ്രമേഹം കൂടിക്കഴിഞ്ഞാൽ. ഒരു ഷോപ്പിൽ ജോലി ചെയ്തിരുന്ന ഒരാൾ ആ ജോലി ഒഴിവാക്കി പോകുന്നു. ഇവന് നല്ല മനുഷ്യനായതുകൊണ്ട് എന്താ ചെയ്യുന്നത് വെച്ചെങ്കിൽ, കോഴി അറുത്താൽ ഉടനെ തന്നെ അതെന്ത് ചെയ്തു, കോഴി അങ്ങോട്ട് അറക്കുന്നതോട് കൂടെ തന്നെ അതിനെ ഫ്രീസറിൽ കയറ്റും. അപ്പോൾ എന്ത് പോകൂല? രക്തം പുറത്തൂല. പിന്നെ അത് എടുത്തതിന് ശേഷം ഒന്ന് കഴുകിയിട്ട് നേരെ അവർ എന്ത് ചെയ്യും, ആ പൊടി, ഈ ബ്രെഡ് ക്രംസ് ഒക്കെ ഉള്ള ഒരു പൊടി ഉണ്ട്, ആ പൊടിയിൽ മുക്കും. നേരെ എന്തിലേക്ക് ഇടും? എണ്ണയൊക്കെ ഇടും. ഇത് തിന്നാൻ വളരെ രസമാണ്. ഈ ഇറച്ചി ഇങ്ങനെ കഴിക്കുന്ന ആളുകൾക്ക് പറയും ഹാർട്ട് അറ്റാക്കിൻ്റെ സാധ്യത വളരെ കൂടുതലാണ്. തന്നെ അതിൻ്റെ പിന്നാലെ പോണത്. അതൊക്കെ നിയന്ത്രിക്കണം. ആവശ്യമില്ലാത്ത ഇറച്ചി നിയന്ത്രിക്കുന്നു വേണം. അപ്പോൾ എൻ്റെ വീട്ടിൽ ഇറച്ചി ഉണ്ടാക്കണ ഒരു കർശനമായ നിയമം വെച്ചിട്ടുണ്ട്. എന്ത്? പൂള അല്ലെങ്കിൽ കുമ്പളം, ചിരങ്ങ, ഇതൊന്നും ഇല്ലാതെ ഒരിക്കലും ഇറച്ചി ഉണ്ടാക്കാൻ പാടില്ല. പണ്ട് അങ്ങനെ ഉണ്ടാക്കിയിട്ടില്ല. നിങ്ങൾ കുറച്ച് കുമ്പളങ്ങ, കുറച്ച് ചിരങ്ങ, കുറച്ച് പൂള, ഇത് ഇറച്ചിയിലിട്ട് വേവിച്ച് നോക്കി. അല്ലാ, അതിന് ഇറച്ചി കഴിക്കേണ്ട ആവശ്യമില്ല. ആ കറിയുടെ ഒരു രസം, ആ കറി കൊണ്ട് ഒഴിച്ചിട്ട് ഭക്ഷണം കഴിച്ചാൽ, പിന്നെ ഞാൻ വീട്ടിലുണ്ടാക്കി ഭക്ഷണം നീ കഴിച്ചല്ലോ, എന്താ അതിൻ്റെ രസം അല്ലേ? വല്ലാത്തൊരു ഫുഡ്. എൻ്റെ വീട്ടിൽ ഞാൻ ഉണ്ടാക്കിയ ഭക്ഷണം കഴിച്ചു. അതേ സമയത്ത് ചില ആളുകൾക്ക് ഇറച്ചിയിൽ പൂളിടുക, കുമ്പളങ്ങിടുക എന്ന് പറഞ്ഞാൽ അവർക്ക് ഇഷ്ടപ്പെടുകയില്ല. ഈ അടുത്ത കാലഘട്ടത്തിലാണ് ഇറച്ചി മാത്രം വേവിക്കുന്ന ഒരു സമ്പ്രദായം മലബാറിൽ വന്നത്. അതോടുകൂടെ ആരോഗ്യം ക്ഷയിച്ചും ചെയ്തു. കുറച്ച് പൂള മനസ്സിലായില്ലേ? മരിച്ചീനി പൂള, അല്ലെങ്കിൽ എന്ത്, പിന്നെ കുറച്ച് ചിരങ്ങ, കുമ്പളമൊക്കെ എന്ന് പറഞ്ഞാൽ ഈ എല്ലാ ഗുണങ്ങളുള്ളതാണ് കുമ്പളം. അത് രാവിലെ തന്നെ കുമ്പളം എന്ത് ചെയ്യാന്നറിയോ? നല്ലോണം അതങ്ങോട്ട് എന്ത് ചെയ്യുക, അടിച്ചിട്ട് അതിൻ്റെ എസൻസ് കഴിക്കുന്നത് നല്ലതാണ്. പച്ചയിൽ കുമ്പളം അടിക്കുക, എന്നിട്ട് അതിൻ്റെ എസൻസ് കഴിക്കുക. പ്രമേഹ രോഗികൾക്ക് വളരെ നല്ലതാണ്. മനസ്സിലായോ പറഞ്ഞത്? കുമ്പളം ചെത്തുക, മുകൾ ഭാഗത്ത് പോള മാത്രം ചെത്തിയെടുക്കുക. എന്നിട്ട് എന്ത് ചെയ്യുക, എൻ്റെ മിക്സിയിലിട്ടൊന്നും കറക്കിക്കളാം. എന്നിട്ട് അതിനൊരു എസൻസ് വരും. ആ എസൻസ് മാത്രം കഴിക്കുക. ഒരു 1/2 ഗ്ലാസ് 3/4 ഗ്ലാസ് കുടിച്ചു നോക്കാം. നിനക്കാവശ്യമായതെല്ലാം അതിലുണ്ട്. എന്തൊക്കെ ഗുണങ്ങൾ! ഒരു ആരോഗ്യത്തിന് ഉപകരിക്കുന്ന ഒരു ആയുർവേദത്തിൻ്റെ പറഞ്ഞ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സാധനമാണ് എന്ത്? കുമ്പളങ്ങ. കുമ്പളങ്ങ ഇല്ലാത്തൊരു ഇറച്ചി വെപ്പ് മലബാറിൽ ഒരു കാലത്ത് ഉണ്ടായിട്ടില്ല. അത് വലിയ കരുത്ത് ശരീരത്തിനുണ്ടാക്കി. അപ്പോൾ അതൊക്കെ ഇന്ന് നമ്മളെ ഇടയിൽ നിന്ന് നഷ്ടപ്പെട്ടു പോവുകയും, ഇപ്പോൾ ഗൾഫിൻ്റെ പണം വന്നതിന് ശേഷം നമുക്ക് എന്തും വാങ്ങാം. ഇപ്പോൾ 10 കിലോ ഇറച്ചി വാങ്ങി 10 കിലോ വാങ്ങാം. 1 കിലോ ഇറച്ചിക്ക് എത്ര? 400. 10 കിലോ ഇറച്ചിക്ക് 4000. പൈസക്ക് ഒരു കുറവില്ല. മാഷാ അലൈക്കുമുൽ ഫഖറ. നിങ്ങൾക്ക് ദാരിദ്ര്യത്തെ അല്ല ഞാൻ ഭയപ്പെടുന്നത്, സമ്പത്ത് വർദ്ധിക്കുമ്പോഴാണ്. സമ്പത്ത് വർദ്ധിച്ച ആരോഗ്യം ക്ഷയിച്ചു. അപ്പോൾ ഇവിടെ നമ്മൾ ഇതൊക്കെ വളരെ വളരെ അയൺ, സിങ്ക്, ഇങ്ങനെ എന്താ പറയുക, ഇതെല്ലാം ശരീരത്തിലേക്ക്, ഇത്തരം ധാതുക്കൾ ശരീരത്തിലേക്ക് കയറാൻ ഉപകരിക്കുന്ന എല്ലാ കാര്യങ്ങളും എല്ലാം ആ ചെറുപയറിൻ്റെ ഉള്ളിലുണ്ട്. ചെറുപയറിൽ അടങ്ങിയിരിക്കുന്ന വിറ്റക്സിന്, ഐസോവിറ്റക്സിൻ തുടങ്ങിയ ശക്തമായ ഫ്ലേവനോയിഡ് ആൻറ്റി ഓക്സിഡൻറ്റുകൾ ശരീരത്തിലെ ഫ്രീ റാഡിക്കലുകളെ നശിപ്പിച്ച് വിട്ടുമാറാത്ത അസുഖങ്ങളിൽ നിന്നും ഹൃദയസ്തംഭനങ്ങളിൽ നിന്നും ശരീരത്തെ രക്ഷിക്കും. അതായത് സ്ഥിരമായി ചെറുപയർ ഉപയോഗിക്കുന്ന ആളുകൾക്ക് എന്താ പറയുക, ഹാർട്ട് അറ്റാക്കിൻ്റെ സാധ്യത വളരെ കുറവായിരിക്കും.
ഇറച്ചി ഇങ്ങനെ അമിതമായി ഉപയോഗിച്ച ഹൃദയ സ്തംഭനം, ഹാർട്ട് അറ്റാക്കിൻ്റെ സാധ്യത വളരെ കൂടുതലാണ്. അതേപോലെ തന്നെ ഈ എന്താ പറയുക, ചെറുപയറിൽ അടങ്ങിയിട്ടുള്ള റെസിസ്റ്റൻ്റ് സ്റ്റാർച്ച് ഉണ്ട്. ഈ സ്റ്റാർച്ച് എന്താ പറയുക, അത് ദഹനപ്രക്രിയ സുഗമമാക്കുകയും കുടലിലെ നല്ല ബാക്ടീരിയകളെ വളർച്ചയെ പ്രോത്സാഹിപ്പിക്കുകയും ചെയ്യും. അതിലടങ്ങിയിട്ടുള്ള റെസിസ്റ്റൻ്റ് സ്റ്റാർച്ച്, അതായത് എന്താ പറയുക, വലിയ പ്രതിരോധ കരുത്തുണ്ടാക്കുന്ന സാധനമാണ് ഈ റെസിസ്റ്റൻ്റ് സ്റ്റാർച്ച്. അതേപോലെ തന്നെ എന്താ പറയുക, സോളബിൾ ഫൈബർ, അതിൻ്റെ അടങ്ങിയിട്ടുള്ള നാരുകൾ, ഇത് പ്രക്രിയ സുഗമമാക്കും. അതേപോലെ തന്നെ കുടലിലെ നല്ല ബാക്ടീരിയകൾക്ക് വളർച്ച ഉണ്ടാക്കും. ചെറുപയർ കഴിച്ചാൽ കുടലിലെ നല്ല ബാക്ടീരിയകൾ വളരും, ശക്തമായി വളരും. ഇന്നത്തെ ആധുനിക ഫുഡ് പോലെയല്ല. ആ ആധുനിക ഫുഡ് കുടലിലെ നല്ല ബാക്ടീരിയകളെ ഇല്ലാതെയാക്കും, ദഹനപ്രക്രിയയെ നാശാക്കും. സ്ഥിരമായി ഈ കോഴി ഇതൊക്കെ കളിച്ചൊക്കെ എൻ്റെ എല്ലാം പോവും, ദഹനപ്രക്രിയയുടെ കരുത്തന്നെ നഷ്ടപ്പെട്ടു. ഈ ഫുഡുകൾ കഴിച്ചാൽ ഇനി പുതിയ ഒരു കൃത്രിമമായ ഗുളിക എനിക്ക് കുടിക്കേണ്ട ആവശ്യം ഉണ്ടാവില്ല. ഇന്നിപ്പോൾ നമുക്ക് സംഭവിച്ച് ഈ നാച്ചുറൽ ഫുഡ് കഴിച്ചിട്ട് പോലും മാസത്തിലൊരിക്കൽ വയറിളക്കും. ഹിന്ദു മുസ്ലിം ക്രിസ്ത്യാനി വ്യത്യാസമില്ലാതെ പഴയ കാലത്തെ മലയാളികൾ. മനസ്സിലായില്ല എന്താ പറഞ്ഞേ? നാച്ചുറൽ ഫുഡ് കഴിച്ചിട്ടും മാസത്തിലൊരിക്കൽ എന്ത് ചെയ്യും? വയറിളക്കും. അവർക്ക് കുടലൊന്നും കിട്ടിക്കിടക്കുന്നുണ്ടാവില്ല, എന്നാലും വയറിളക്കും. വയറ് ശുദ്ധാക്കും മാസത്തിലൊരിക്കലെങ്കിലും. ഇന്ന് എന്നിട്ട് വയറിളക്കി കഴിഞ്ഞാൽ പിന്നെ എന്താ പറയുക, അന്ന് വലിയ ഭക്ഷണം കഴിക്കൂല. ഇന്ന് എന്തേലും കഞ്ഞിൻ്റെ വെള്ളം, ചെറുകഞ്ഞി അങ്ങനെ കുടിക്കും. എന്തെങ്കിലും വല്ല അച്ചാറോ എന്തോ തൊട്ട്, അല്ലെങ്കിൽ മീൻ ചുട്ടതോ, അങ്ങനെ ചെറിയ ഒറ്റ ദിവസത്തെ ഭക്ഷണം അങ്ങനെ ഇരിക്കും. വയറ് മൊത്തം കാലിയാവും. നാച്ചുറൽ ഫുഡ് കഴിച്ചിട്ട് പോലും, അതൊക്കെ നാച്ചുറൽ ഫുഡ് കഴിക്കുമ്പോൾ സ്വാഭാവികമായി അവർക്ക് എന്തുണ്ടാവും? ശോധന കൃത്യമായിരിക്കും. എന്നിട്ട് മാസത്തിലൊരിക്കലെങ്കിലും ആ പഴയ കാലത്തെ ഹിന്ദുക്കളും മുസ്ലിങ്ങളും ക്രിസ്ത്യാനികളും വയറിളക്കും. ഇന്ന് ശരിക്കും വയറ്റിന്ന് പോകാത്ത കൃത്രിമമായ ഫുഡുകളാണ് കഴിക്കണത്. ആ ഫുഡ് കഴിച്ചാൽ മനസ്സിലായില്ല. ഇന്നിപ്പം നമ്മൾ ഈ തട്ടുകടയിൽ നിന്നും മറ്റൊക്കെ നമ്മൾ കഴിക്കുന്ന ഈ പുതിയ ഫുഡുകളുണ്ടല്ലോ, അത് എന്താ അതിന് പറയാം, മനസ്സിലായി, ഫാസ്റ്റ് ഫുഡ്. ഈ ഫാസ്റ്റ് ഫുഡ് ഒരിക്കലും നിനക്ക് കൃത്യമായി ദഹിക്കൂല. കാരണം ദഹന പ്രക്രിയയെ സുഗമമാക്കുന്ന ഒരു ചേരുവയും കുടലിലെത്തിയാൽ അതിലില്ല. നല്ല ബാക്ടീരിയകളെ ഉണർത്താനോ വളർത്താനോ കഴിയുന്ന ഒരു സാധനം അതിലില്ല. അതുകൊണ്ട് അതിൽ ഏകദേശ സാധനങ്ങൾ വയറ്റിൽ കെട്ടിക്കിടക്കുക. ജീവിതത്തിൽ ഒരിക്കലും വയറായിട്ട് ലക്കൂല്ല. പിന്നെ അങ്ങനെ നിന്റെ തടി എന്നാകുക, പിന്നെ അങ്ങനെ എനിക്ക് രോഗമില്ലാതിരിക്കുക. ഇപ്പോൾ വയറിളക്കാന്നുള്ള സമ്പ്രദായം ഇപ്പോൾ നിലവിൽ മലയാളിക്കില്ല. ഉണ്ടോ? ആരപ്പോൾ വയറിളക്കുന്നത്? പഴയ കാലത്ത് വയറിളക്കേണ്ട ആവശ്യമില്ല. കാരണം വയറ്റിൽ കെട്ടിക്കിടക്കാത്ത സാധന ഭക്ഷണം. എന്നിട്ടും മാസത്തിലൊരിക്കൽ വയറിളക്കും. ഇന്ന് വയറ്റിൽ കെട്ടിക്കിടക്കുന്ന സാധനങ്ങൾ മാത്രമാണ് കഴിക്കുന്നത്, വയറോട്ട് ഇളക്കില്ല. അപ്പോൾ ഇതൊക്കെ നമുക്ക് വളരെ വലിയ മോശം നമ്മളെ ജീവിതത്തിലേക്ക് കയറി വന്നു. പ്രതിരോധ എന്താ പറയുക, അനവധി കരുത്തുണ്ടാക്കുന്ന അനവധി കാര്യങ്ങൾ ഇതിലടങ്ങിയിട്ടുണ്ട്. അത് നിത്യമായി നമ്മൾ ഇത്തരം ഭക്ഷണങ്ങൾ കഴിക്കുകയാണെങ്കിൽ, ഉദാഹരണം പറയാം, ചെറുപയർക്ക് കഴിക്കുന്ന പ്രമേഹ രോഗികൾക്ക് വളരെ നല്ലതാണ്. പ്രമേയം ഉയരൂല, പ്രമേയം പൊങ്ങൂല. പ്രമേയത്തിനെ പ്രതിരോധിക്കാനും അതിൻ്റെ വളർച്ചയെ പ്രതിരോധിക്കാനും കരുത്ത് കുറക്കാനും എന്തിനു കഴിയും? ചെറുപയറിന് കഴിയും. എന്തുകൊണ്ടെന്നാൽ അതിൽ എന്താ പറയുക, കുറഞ്ഞ ഗ്ലൈസമിക് ഇൻഡെക്സ് മാത്രമേ അതിലുള്ളൂ. അതുകൊണ്ട് തന്നെ രക്തത്തിൻ്റെ ഗ്ലൂക്കോസിൻ്റെ അളവ് വളരെ പെട്ടെന്ന് ഉയർത്താതെ ഇൻസുലിൻ പ്രതിരോധം നിയന്ത്രിക്കാൻ പ്രമേഹ രോഗികൾക്ക് വലിയ ഗുണമുണ്ടാക്കാൻ, അതായത് ഒരിക്കലും പ്രമേഹം വളരൂല, സ്ഥിരമായി ഉപയോഗിച്ചാൽ മതി, കരുത്തുണ്ടാവും ചെയ്യും, പ്രമേഹം നിയന്ത്രിക്കുകയും ചെയ്യും. ഇനി എന്താ വേണ്ടത്? അത് ചെയ്യൂല. അപ്പം ഇന്ന് നേരം വിളിച്ചിട്ട് ഞാൻ മൂത്തയെടുത്ത് എൻ്റെ വീട്ടിൽ നിന്ന് വരിക. അപ്പം നമ്മളെ ക്ലാസ്സിന് സ്ഥിരമായി സഹായിക്കുന്ന, നമ്മളെ ക്ലാസ്സിനൊക്കെ കൂടെ നിൽക്കുന്ന ഒരു സഹോദരി പിന്നെ മെസ്സേജ് അയച്ചിട്ടുണ്ട്. എൻ്റെ ഭർത്താവിന് 375 ഷുഗർ. എന്താ ചെയ്യുക? 375 ഷുഗർ. അദ്ദേഹത്തെ എനിക്കറിയാം, നമ്മളിവിടെയൊക്കെ വരുന്ന ആളാണ്.
വലിയ പ്രായമൊന്നുള്ള ആളല്ല. പക്ഷെ എന്താ സംഭവിച്ചെന്നാൽ കൃത്രിമമായ ഭക്ഷണങ്ങൾ കഴിക്കും. പെണ്ണുങ്ങളത് ശ്രദ്ധിക്കൂല. നാഡീവ്യൂഹങ്ങൾക്കൊക്കെ തളർച്ച ഉണ്ടാവും പ്രമേഹം കൂടിക്കഴിഞ്ഞാൽ. അത് ഇംഗ്ലീഷ് ഗുളിക കൊണ്ടല്ല നിയന്ത്രിക്കാൻ നോക്കേണ്ടത്. ഇംഗ്ലീഷ് ഗുളിക കൊണ്ട് പ്രമേയം നിയന്ത്രിക്കാൻ നോക്കിയാൽ വലിയ ദുരന്തം പിന്നീട് ഉണ്ടാവും. ഇംഗ്ലീഷ് സയൻറ്റിസ്റ്റുകളുടെ തന്നെ പഠന റിപ്പോർട്ടുകൾ എൻ്റെ കയ്യിലുണ്ട്. പ്രമേഹ രോഗികൾക്ക് കിഡ്നി നഷ്ടപ്പെടാൻ കാരണം പ്രമേഹമല്ല, പ്രമേഹ മരുന്നുകളാണ്. മനസ്സിലായില്ല? പ്രമേഹ രോഗികൾക്ക് പലപ്പോഴും കിഡ്നി നഷ്ടപ്പെടാനുള്ള അടിസ്ഥാനപരമായ കാരണം എന്തല്ല, പ്രമേഹം അധികരിച്ചതല്ല, പ്രമേഹത്തിന് ഉപയോഗിച്ച മരുന്നുകൾ കൊണ്ടാണ് അവരെ കിഡ്നി നഷ്ടപ്പെട്ടത്. ലോകപ്രശസ്തരായ അത്യുന്നത സയൻറ്റിസ്റ്റുകൾ പറഞ്ഞ റിപ്പോർട്ട് എൻ്റെ കയ്യിലുണ്ട്. ഞാൻ നിങ്ങളെ മുന്നിൽ കാണിക്കാം. ഞാൻ അവരെന്നും കുറ്റം പറയല്ല. ഒരു ചെറിയ ഗുളിക കുടിക്കണ്ടെന്ന് ഞാൻ പറയല്ല. ഈ ഗുളികകളുടെയൊക്കെ ഈ ഗുളികകളുടെ അളവും അതിൻ്റെ ദ്രോഹവും കുറക്കാൻ നിനക്ക് കഴിയും നീ നാച്ചുറൽ ഫുഡ് കഴിക്കണമെങ്കിൽ. ഉദാഹരണം, ചെറുപയർ കഴിക്കുന്ന ഒരാൾക്ക് പ്രതിരോധത്തെ ഒരളവോളം നിയന്ത്രിക്കാൻ സഹായിക്കും ചെറുപയർ. ഇനി അത് കഴിക്കൂല, ഈ ചത്ത കോഴിയെ കഴിക്കുള്ളൂ. ഈ വൈകുന്നേരമായ അറക്കുന്നതിന് മുമ്പ് ഇഞ്ചക്ഷൻ ചെയ്തിട്ട് ഉള്ള രക്തം മുഴുവനും അതിലേക്ക് എന്താ പറയുക, രക്തധമനികളിൽ അങ്ങനെ തന്നെ ഒരു ഇന്നത്തെ ഈ തൂക്കം കൂടാൻ വേണ്ടി പലപ്പോഴും അങ്ങാടി ഇറച്ചിയിൽ ചില കൃത്രിമം അവർ ചെയ്യും. എന്തുകൊണ്ട്? രക്തം ഒഴുകി പോകാതിരിക്കാൻ. മനസ്സിലാണ്? ആ ചില മരുന്ന് അവർക്ക് കൊടുക്കും, ചില ഇഞ്ചക്ഷൻ ചെയ്ത് കേൾക്കുന്നുണ്ട്, നമ്മൾ കണ്ടിട്ടില്ല. പക്ഷെ അങ്ങനെയൊക്കെയുള്ള സാധ്യത വളരെ കൂടുതലാണ്. കഴുകിയാലും ഇന്നത്തെ എന്താ പറയുക, മാംസത്തിലെ രക്തത്തിൻ്റെ അളവ് തീരൂല. പണ്ട് അങ്ങനെയല്ല. പണ്ടൊന്ന് വെള്ളം കാണുന്നതോടുകൂടെ രക്തം ഒഴുകി പോവും. മനസ്സിലായില്ല? മാംസത്തിൽ ഇന്ന് രക്തം കെട്ടിക്കിടക്കണം. 1, 2 ചില മാംസങ്ങളിൽ രക്തം പോകാനും സമ്മതിക്കൂല. ഉദാഹരണം പറയാ, ഒരു ഉന്നതമായ ഒരു കോഴി പൊരിക്കണ ഒരു സാധനം ഉണ്ടല്ലോ, എന്തേലും പറയാം, ഇതൊരു കോഴി പൊരിക്കുന്നുണ്ട്, ബ്രോസ്റ്റ്. മനസ്സിലായില്ലേ? അങ്ങനത്തെ ഒരു ഉന്നതമായ ഗൾഫിലെ കമ്പനിയിൽ ഒരു ഷോപ്പിൽ ജോലി ചെയ്തിരുന്ന ഒരാൾ ആ ജോലി ഒഴിവാക്കി പോകുന്നു. ഇവന് നല്ല മനുഷ്യനായതുകൊണ്ട് എന്താ ചെയ്യുന്നത് വെച്ചെങ്കിൽ, കോഴി അറുത്താൽ ഉടനെ തന്നെ അതെന്ത് ചെയ്തു, കോഴി അങ്ങോട്ട് അറക്കുന്നതോടുകൂടെ തന്നെ അതിനെ ഫ്രീസറിൽ കയറ്റും. അപ്പോൾ എന്ത് പോകൂല, രക്തം പുറത്തു പോകൂല. എന്നിട്ട് പിന്നെ അത് എടുത്തതിന് ശേഷം ഒന്ന് കഴുകിയിട്ട് നേരെ അവർ എന്ത് ചെയ്യും, ആ പൊടി, ഈ ബ്രെഡ് ക്രംസ് ഒക്കെ ഉള്ള ഒരു പൊടിയുണ്ട്, ആ പൊടിയിൽ മുക്കും. നേരെ എന്തിലേക്കിടും, എണ്ണയൊക്കെ. ഇത് തിന്നാൻ വളരെ രസമാണ്. മനസ്സിലായില്ല? ഉള്ളിലേക്ക് ഇങ്ങനെ പൊളിച്ചെന്ന ഉൾഭാഗത്ത് രക്തം കെട്ടിക്കിടക്കുന്ന ചുവപ്പ് പലപ്പോഴും നിങ്ങൾ കാണും. ഇതതിൻ്റെ ബ്ലഡാണ്. ഈ ബ്ലഡ് ക്യാൻസർ ഉണ്ടാക്കും, സ്വമേധയാ ബ്ലഡ് ക്യാൻസർ ഉണ്ടാക്കും. ഇതാകട്ടെ കൃത്രിമ കോഴിയാണ്. യാതൊരു വർത്താനം ഇത് പറഞ്ഞിട്ട് കാര്യമല്ല. യാതൊരു ബോധം നമ്മുടെ സമൂഹത്തിനില്ല. ഇത് കഴിക്കുന്ന നിനക്ക് എങ്ങനെയാണ് ക്യാൻസർ ഇല്ലാതിരിക്കുക? എങ്ങനെയാണ് നിന്റെ ബോഡി തളരാതിരിക്കുക? 25-30 വയസ്സ്, പഴയ കാലത്ത് ഒരാൾക്കൊരു 80 വയസ്സായാലും ആരോഗ്യം ഉണ്ടാവും. ഇന്ന് നിനക്ക് 30 വയസ്സായാൽ 35 വയസ്സായാൽ 30 വയസ്സായ യുവാക്കൾക്ക് സ്വന്തം ഭാര്യയെ തൃപ്തിപ്പെടുത്താൻ കഴിയില്ല. എന്തുകൊണ്ട്? ആയുസിൽ കഴിച്ച ഫുഡ് മുഴുവൻ ഈ സൈസാ. പണ്ട് നിന്റെ വല്യാപ്പക്ക് 80 വയസ്സിൽ വല്യമ്മ മരിച്ചപ്പോൾ വല്യാപ്പ വേറെ കല്യാണം കഴിച്ചിട്ടുണ്ട്. എന്നിട്ട് റാഹത്തായ ഭാര്യനെ കൊണ്ട്, ഞാൻ അതങ്ങനെ പറയല്ല, ഞാൻ സെക്സ് അല്ല ഈ പറയുന്നത്. ഈ സെക്സിന് കാരണം അവർക്ക് എന്തുണ്ടായതുകൊണ്ടാണ്? ആരോഗ്യം, കരുത്ത്. 30 വയസ്സായ 35 വയസ്സായ 30 വയസ്സായ പുരുഷന് ഭാര്യയെ സന്തോഷിപ്പിക്കാൻ കഴിയില്ല എന്ന് പറയുന്ന ആളുകൾ ഈ അടുത്ത ദിവസം എൻ്റെ അടുത്ത് വന്നിട്ടുണ്ട്. അതിന് പ്രധാനപ്പെട്ട കാരണം ഇത്തരം പ്രശ്നങ്ങൾ അധികരിച്ച് കണ്ടപ്പോഴാണ് ഞാൻ ഈ കഴിഞ്ഞ ഡിസംബർ 27-28 ആയിരിക്കും നമ്മൾ കപ്പിൾസ് മീറ്റ് എന്നൊരു പരിപാടി നടത്തിയിട്ടുണ്ട്.
അതിനുള്ള പ്രധാനപ്പെട്ട കാരണം എൻ്റെ അടുത്ത് ഇങ്ങനെ നമ്മൾ ഇത്തരം പ്രഭാഷണങ്ങളൊക്കെ നടത്തുമ്പോൾ സ്വാഭാവികമായി രഹസ്യമായി വന്നാൾ പറയും, ഭർത്താക്കന്മാർ പറയും, ഉസ്താദേ ഇങ്ങനെയൊക്കെ ഉണ്ട് വിഷയമുണ്ട്. പിന്നെ ഭാര്യ ഭർത്തൃ ബന്ധത്തിൻ്റെ അവർ ചേർന്ന് പോകാതിരിക്കാനുള്ള പ്രധാനപ്പെട്ട ഒരു കാരണം സെക്ഷൽ കാര്യത്തിലുള്ള പവറിൻ്റെ വ്യത്യാസം തന്നെയാണ്. ഒരളവോളം അവർക്കിടയിൽ സെക്സ് നടക്കാതെ പോകലുമാണ്. ഈ സെക്സ് നടക്കാതെ പോകാനുള്ള പ്രധാനപ്പെട്ട കാരണം എന്താ? ഒന്ന് അമിതമായ ഷുഗർ, മറ്റൊന്ന് കൃത്രിമ ഭക്ഷണം. ഈ കൃത്രിമ ഭക്ഷണം കാരണമായിട്ട് കൃത്യമായൊരു കരുത്ത് ബോഡിക്ക് ഉണ്ടാവില്ല, കാണാൻ നല്ല ചൊറുക്കുണ്ടാവും. ഇപ്പോൾ ഒരു 50 കൊല്ലം മുമ്പുള്ള മലയാളിയേക്കാൾ ചൊറുക്കുള്ള മലയാളി ഇന്നത്തെ മലയാളിയാണ് അല്ലേ? അങ്ങനെയല്ലേ ഉസ്താദേ? പറയ് ഒരു 50 കൊല്ലം മുമ്പുള്ള മലയാളിയേക്കാൾ ചൊറുക്കുള്ള മലയാളി ഇന്നത്തെ മലയാളിയല്ലേ? അതേ സമയത്ത് 50 കൊല്ലം മുമ്പുള്ള മലയാളിക്ക് നടന്നതിൻ്റെ 10% പോയിട്ട് 5% നിനക്ക് കഴിയൂ. കാട്ടിലേക്ക് മരം വെട്ടാൻ പോയൊരു കാര്യം എൻ്റെ വാപ്പൻ വല്യപ്പനോട് പറഞ്ഞിട്ടുണ്ട്. മുണ്ടിൽ അവല് കെട്ടിപ്പോയി. എന്തിന്? അവിടെ ഉള്ള സമയത്ത് അവിടെ കാട്ടിൽ 2-4 ദിവസം കഴിഞ്ഞിട്ട് മരം വെട്ടി വരിക ചെയ്യുക. ഒരു കാപ്പിൽ പഴയ കാലത്ത് നിലമ്പൂർ ഫോറസ്റ്റിൽ നിന്ന് അവർ മരം വെട്ടിയെടുക്കാൻ വേണ്ടിയിട്ട് ലേലം വിളിച്ചെടുക്കും. എൻ്റെ വല്യാപ്പൊക്കെ കൂടുതൽപ്പെട്ട. അപ്പോൾ അവർ അതിന് പോകുന്ന സമയത്ത് അവർ മുണ്ടിൽ കെട്ടിയിട്ട് പോകും. എന്ത്? അവില് നല്ല 1 നമ്പർ അവല്, നല്ല തവിടുള്ള അവല് പോവും. വല്യപ്പനോട് പറയുകയാണ് എന്തെന്നറിയോ, പൊരേന്ന് ഇറങ്ങിയതോടുകൂടെ തന്നെ കൊറിക്കൽ തുടങ്ങി. മുണ്ടെന്ന് അവല് വാരും കൊറിക്കും, അവല് വാരും കൊറിക്കും. അവിടെ 4 ദിവസം നിൽക്കുന്ന സമയത്ത് കാട്ടിലെ ചോലയിലെ വെള്ളവും കുറച്ച് ശർക്കരയും കൂട്ടിയിട്ട് കഴിക്കാൻ വേണ്ടിയിട്ടാണ് ഈ അവല് കൊണ്ടുപോണത്. പൊരേന്ന് ഇറങ്ങിയപ്പോൾ തന്നെ എന്ത് തുടങ്ങി? കൊറിക്കൽ തുടങ്ങിയിട്ട് ഈ 4-5 ഇടങ്ങഴി അവല് അവിടെ എത്തിയപ്പോഴത്തേന്, കാട്ടിലെത്തിയപ്പോഴത്തേന് അവല് തീർന്നു. ഇന്നിപ്പോൾ അങ്ങനത്തെ ഒരു അവല് തിന്നാൻ വരെ നമ്മളാളുകൾക്ക് കഴിയില്ല. കാരണം അവല് തിന്നണമെങ്കിലും പല്ലിന് കരുത്ത് വേണം. ആ കരുത്ത് ഇന്ന് നമുക്കില്ല. ഇന്നിപ്പോൾ ആരാ അവല് കഴിക്കണം? ഞാൻ അവല് കഴിക്കുകയാണെങ്കിൽ തന്നെ വൈറ്റ് അവലേ നമ്മളാളുകൾ കഴിക്കുള്ളൂ. മനസ്സിലായി? അതായത് ഒരു നാച്ചുറൽ ഫുഡ് കഴിക്കാനുള്ള ആരോഗ്യം പോലും ഇന്ന് നമ്മൾ ആളുകൾക്കില്ല. പിന്നെ ഈ മനുഷ്യന്മാരെങ്ങനെ അവൻ്റെ ഭാര്യയെ തൃപ്തിപ്പെടുത്തുക? കൃത്രിമമായ ഭക്ഷണത്തിൻ്റെ പിന്നാലെ പോകുന്ന കുടുംബങ്ങളിൽ കലഹമുണ്ടാവും. കുടുംബ കലഹത്തിൻ്റെ ഒരു അടിസ്ഥാന കാരണം ഭാര്യക്ക് ഭർത്താവിനെ മതിയാവാതിരിക്കൽ തന്നെയാണ്. ഭാര്യക്ക് ഭർത്താവിനെ മതിയാവാതിരിക്കൽ, അതാണ് പ്രധാനപ്പെട്ട കാരണം. തിരിച്ചല്ല, ഇതാണ് ഭാര്യക്ക് ഭർത്താവിനെ മതിയാകാതിരിക്കൽ. അതുകൊണ്ട് ഒരുപാട് ദോഷങ്ങളുണ്ടാവും. ആ ദോഷം മുഴുവൻ ഞാൻ ഇവിടെ പറയുന്നില്ല. ഇതിനൊരു പ്രധാനപ്പെട്ട കാരണം കൃത്രിമ ഫുഡുകളാണ്. കാണാൻ നല്ല ചൊറുക്കുണ്ടാവും, പക്ഷെ അവനെ കൊണ്ട് ഒരു കാര്യം നടക്കൂല. എന്നാ പടച്ച തമ്പുരാൻ നമുക്ക് നിശ്ചയിച്ചിട്ടുള്ള വളരെ നാച്ചുറലായ ഫുഡുണ്ട്, ആ ഫുഡ് കഴിക്കൂല. നമ്മൾക്ക് തോന്നിയതല്ല തിന്നേണ്ടത്. നമ്മളെ ശരീരത്തിൻ്റെ മെറ്റബോളിസത്തേക്ക് അത് കൃത്യമാക്കുന്ന, അതിൻ്റെ കരുത്ത് വർദ്ധിപ്പിക്കുന്ന ഭക്ഷണങ്ങൾ, വളരെ സൂപ്പറായ നാച്ചുറൽ ഫുഡുകൾ പഴയ കാലം മുതലേ ഉണ്ട്. ഞാൻ പറയാം, 50 കൊല്ലം മുമ്പ് എന്ത് ഉള്ള ആരോഗ്യമുള്ള ആളുകൾ, വല്യമ്മ ഒരൊറ്റ മുറി കടന്നുറങ്ങി മരിച്ചു. വല്യമ്മയും 50 കൊല്ലം, മനസ്സിലായി, 80 കൊല്ലം, 85 കൊല്ലം, 90 കൊല്ലമൊക്കെ ഒരേ മുറിയിൽ കിടന്നുറങ്ങി മരിച്ചു. ഇന്ന് ഭാര്യ ഭർത്താക്കന്മാരിൽ വലിയൊരു ശതമാനത്തിനും ഒരു കല്യാണം കഴിഞ്ഞിട്ട് 1 കൊല്ലം, 2 കൊല്ലം, 4 കൊല്ലം കഴിഞ്ഞാൽ പിന്നെ ഒരു മുറിയിൽ കിടക്കണം ഇഷ്ടമല്ല. അങ്ങനത്തെ 100 കണക്കിന് കുടുംബങ്ങൾ നമ്മുടെ നാട്ടിലുണ്ട്. എന്തുകൊണ്ട്? അതിനുള്ള കരുത്തില്ല. ഭാര്യനെ സന്തോഷിപ്പിക്കാനുള്ള കരുത്തവനില്ല. അതിനാൽ പ്രധാനപ്പെട്ട കാരണം ഇന്നത്തെ ഈ കാണുന്ന പുതിയ ഫാസ്റ്റ് ഫുഡുകളാണ്. അതിൻ്റെ പിന്നാലെ പോയാൽ നിൻ്റെ കരുത്ത് നഷ്ടപ്പെടും. അപ്പോൾ വളരെ ശ്രദ്ധിക്കേണ്ടത്, ഞാൻ പറഞ്ഞല്ലേ, പ്രമേഹത്തെ നിയന്ത്രിക്കാനുള്ള കരുത്ത്, നിനക്ക് ഊർജം തരാൻ പ്രോട്ടീൻ 20 മുതൽ 25% വരെ പ്രോട്ടീൻ അതിലുണ്ട്. അതിൻ്റെ പുറമെ എന്തുണ്ട്? നിൻ്റെ ശരീരത്തെ കരുത്തോടുകൂടി പണിയാൻ പ്രോട്ടീൻ ആവശ്യമാണ്, അതുണ്ട്. പിന്നെ എന്തിനും അതിന് കഴിയും നിൻ്റെ പ്രമേഹത്തെ
പ്രമേഹത്തെ നിയന്ത്രിക്കാൻ കഴിയും ചെറുപയറിന്, അതിനെ കഴിക്കൂല. ചെറുപയർ നന്നായി ഒരു കോലം പറഞ്ഞുതരാം. ചെറുപയർ നന്നായി വെള്ളം ചേർത്ത് വേവിക്കുക. നല്ല എന്താ പറയുക, മൺചട്ടിയിലായ വളരെ നല്ലത്. പിന്നെ വളരെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്താണെന്നറിയോ കുട്ടികളെ, ശ്രദ്ധിക്കേണ്ട ഗൗരവമായ കാര്യം, ചെറുപയർ എപ്പോഴും കഴിക്കുന്ന നിങ്ങൾ വേവിക്കുന്നതിന് മുമ്പ് ഒരു 6 മണിക്കൂറെങ്കിലും വെള്ളത്തിലിട്ട് വെക്കുക. ചുരുങ്ങിയത് 6 മണിക്കൂർ, ചുരുങ്ങിയത് 6 മണിക്കൂർ നേരത്തെ വെള്ളത്തിലിട്ട് വെക്കുക. അപ്പം അത് ആ വെള്ളത്തിൽ ശുദ്ധമായി അത് കഴുകി, ഇനിയൊരു കഴുകൽ ആവശ്യമില്ല, ഇനി അത് കഴുകൽ ആവശ്യം ഉണ്ടാവില്ല. നേരത്തെ തന്നെ അതൊന്ന് വൃത്തിയായി ശുദ്ധിയായി കഴുകുക. കഴുകിയതിന് ശേഷം നല്ല കിണറ്റിലെ ശുദ്ധമായ വെള്ളത്തിൽ അതൊരു 6 മണിക്കൂർ മുമ്പ് ഇട്ട് വെക്കുക. 6 മണിക്കൂർ അതിന് 8 മണിക്കൂർ ആയിക്കോട്ടെ. ഉദാഹരണം പറയാ, രാത്രി കിടക്കുമ്പോൾ ചെറുപയർ വെള്ളത്തിലിട്ട് വെക്കുക. അടുക്കള അടച്ചു, 9 മണി 9:30 or 10 o'clock. 6 മണിക്കൂർ ഒരു 10 മണിക്ക് അടുക്കളയിൽ നിന്ന് പെണ്ണ് പോകുന്ന സമയത്ത് ലാസ്റ്റ് അവൾ ചെയ്യേണ്ട സാധനം, ഇത്തരം വെള്ളത്തിലിടുന്ന സാധനത്തിന് വേഗം എന്ത് ചെയ്യണം, കഴുകി വൃത്തിയാക്കി വെള്ളത്തിലിട്ടേക്കുക. നേരം വെളുത്ത് 4 മണിക്ക് എണീറ്റ് പിന്നെ കുളിച്ച് അടുക്കളയിൽ വരുമ്പോൾ അത് പാരുവപ്പെട്ടുണ്ടാവും. ഇനി അത് ഭക്ഷണമാക്കിയിട്ട് നല്ലൊരു കാൽച്ചട്ടിയിൽ, ചട്ടിയിൽ വേവിക്കൽ കുറക്കും ചെയ്യാം. ഇത് നല്ലോണം കുതിരും. അപ്പോൾ കുറഞ്ഞ ചൂട് കൊണ്ട് തന്നെ, കുറഞ്ഞ സമയം കൊണ്ട് തന്നെ ഇതെന്തായി കിട്ടും, പെട്ടെന്ന് വേവിച്ച് കിട്ടും. ഇത് ചെറുപയറിലൊക്കെ പെട്ടെന്ന് വേവിച്ച് എടുക്കാൻ കഴിയില്ല. അതൊന്ന് പെണ്ണ് ശ്രദ്ധിച്ചാൽ മതി. നമുക്കിന് സമയമുണ്ടല്ലോ. കാരണം എന്തുകൊണ്ട്, വൈകുന്നേരം രാത്രി നമ്മളൊരു 10 മണിക്ക് മുമ്പ് ചെറുപയർ വെള്ളത്തിലിട്ടിട്ടാണെങ്കിൽ എന്താ രാവിലെ റാഹത്തായി അവൻ്റെ പണിയെടുത്ത് പിന്നെ അന്ന് തൂമിച്ചും കൂടി ചെയ്താൽ എന്താ അതിൻ്റെ രസം. വെള്ളപ്പോ അതേപോലെ തന്നെ പുട്ടോ ചൂടോട് കൂടെ അടുക്കളയിൽ ഭർത്താവിനെ ഇരുത്തി, അല്ലെങ്കിൽ മകൻ പോവുകയാണ്, പണിക്ക് പോവുകയാണ്, അവനെ അടുക്കളയിൽ ഇരുത്തി, അടുക്കളയിൽ തന്നെ അത് രാവിലെ ഭാര്യയുടെ അടുത്ത് അടുക്കളയിൽ, ഉമ്മാൻ്റെ അടുത്ത് അടുക്കളയിൽ നിന്ന് കഴിക്കുന്ന ഒരു രസമുണ്ട്. അത് വല്ലാത്ത രസം. എന്നിട്ട് ആ ഒരു സന്തോഷത്തോടു കൂടെ പണിക്ക് പോയാൽ നല്ല ഊർജ്ജം ഉണ്ടാവും, എല്ലാം ഉണ്ടാവും. അപ്പം അത് പെണ്ണുങ്ങളൊന്ന് ശ്രദ്ധിച്ചാൽ മതി. ഒരു 6 മണിക്കൂർ നേരത്തിന്, ചുരുങ്ങിയത് 4 മണിക്കൂർ മുതൽ 6 മണിക്കൂർ, ഏറ്റവും ചുരുങ്ങിയത് 4 പോരാന്നുണ്ടെങ്കിൽ പറയാം. 6 മണിക്കൂറെങ്കിലും വേണം. അപ്പോൾ ഒരു 6, 7, 8 മണിക്കൂറൊക്കെ ആണെങ്കിൽ നല്ല, ആ വെള്ളത്തിന് ഇനി മാറ്റണ്ട, ആ വെള്ളം തന്നെ വീണ്ടും ഉപയോഗിക്കുകയും ചെയ്യാം. മനസ്സിലായില്ലേ പറഞ്ഞത്? ആ വെള്ളം ഇവിടുന്ന് അവിടെ എടുത്തു വെക്കുക, ആവശ്യമായ വെള്ളം ഇതിൽ നിന്ന് ഒഴിക്കുക. ആ ചെറുപയർ മുങ്ങാവുന്ന വെള്ളത്തിൽ ശുദ്ധീകരിച്ചതിന് ശേഷം ശുദ്ധമായ 1-ാം നമ്പർ കിണറ്റിലെ വെള്ളത്തിൽ ഇട്ട് വെക്കുക. നേരം കൊടുക്കുമ്പോൾ അത് ഫുഡാക്കുക, നല്ല രസം ഉണ്ടാവും. എന്നിട്ട് വെള്ളം ചേർത്ത് വേവിക്കുക. ഇതിലൊക്കെ അല്പം വേവിക്കുമ്പോൾ കുറച്ച് മഞ്ഞൾപ്പൊടിയും കുറച്ച് ഉപ്പും കൂടി ചേർത്ത് നല്ല ഉഷാറാക്കുക. ഇനി അതിരാവിലെ അത് കഞ്ഞിയിലേക്ക് ചേർക്കാം. നല്ല തവിടുള്ള കഞ്ഞി, ആ കഞ്ഞിയിലേക്ക് ഇതിനെ ചേർക്കുക. ചെറുപയർ കഞ്ഞി ഉണ്ടായിരുന്നു പഴയ കാലത്ത്, പണിക്ക് പോകുന്നവരൊക്കെ കഴിക്കും. ഭയങ്കര കഥ, ഒന്ന് മനസ്സിലായില്ല. തവിടുള്ള അരിയിലേക്ക് ഈ മനസ്സിലായില്ലേ, പരുവപ്പെട്ട ചെറുപയർ ചേർക്കുക. ചെറുപയർ കഞ്ഞി, പഴയ കാലത്ത് ഇഷ്ടംപോലെ ചെറുപയർ കഞ്ഞി ഉണ്ടായിരുന്നു. അത് വേവിച്ചിട്ട് ഒന്നിച്ച് കൂട്ടുക, എന്നിട്ട് തിളപ്പിക്കുക. മനസ്സിലുണ്ട് പറഞ്ഞത്? വേണമെങ്കിൽ കുറച്ച് എന്ത് ചേർക്കുക, തേങ്ങ, ചിരണ്ടിയ തേങ്ങ, അതൊന്ന് തൂമിച്ചും കൂടി ചെയ്താൽ, കുറച്ച് എണ്ണ, ഒരല്പം വെളിച്ചെണ്ണ ചേർത്ത് ഒന്ന് പൊട്ടിച്ചും കൂടി ചെയ്താൽ എന്താ അതിൻ്റെ രസം. വേണമെങ്കിൽ കുറച്ച് എന്ത് ചെയ്യുക, ലേശം പച്ചമുളക്, നല്ല പച്ചമുളക്, ഒന്നും പുറത്തുനിന്ന് വാങ്ങാതിരിക്കുക. കാന്താരി മുളകൊക്കെ നമ്മളെ മുതലാണ്, അതതിലേക്കൊന്ന് കൂട്ടുക. എന്നിട്ട് ഈ കഞ്ഞിയും ഒന്നും ഇനി വേണ്ട, നല്ല കരുത്തുണ്ടാക്കും, നെഞ്ചിന് ബലം ഉണ്ടാക്കും, പേശിക്ക് ബലം ഉണ്ടാക്കും, ആ കരുത്തുണ്ടാവും, എല്ലാം ഉണ്ടായില്ല. പക്ഷെ ഭർത്താവിന് ആരോഗ്യം വേണമെന്ന് പെണ്ണിന് തോന്നണം. എല്ലാം കഴിഞ്ഞിട്ട് നിങ്ങളെ കൊണ്ടൊന്നും നടക്കൂല എന്ന് പറഞ്ഞാൽ വേറെ തന്നെ പാഞ്ഞിട്ട് കാര്യമില്ല. ഓനും നടക്കൂല. ഇനി ഓൻ്റെ മനസ്സിൽ കാണുമ്പോഴത്തേക്കും ഓൻ്റെ പിന്നാലെ പായണ്ട.
ഈ മസിൽ പ്രോട്ടീൻ പൗഡറിൻ്റെ മസിലാണ്, അതിന് പിന്നെ പോകണ്ട. ഞാൻ ഇതൊക്കെ ഇങ്ങനെ പറയുന്നത് മനുഷ്യൻ എന്ന് പറഞ്ഞാൽ അല്ലാഹു സുബ്ഹാനഹു വ തആല പടച്ച തമ്പുരാന് എല്ലാ കരുത്തും നിക്ഷേപിച്ചൊരു ജീവിയാണ്. ആ ജീവി ആനയെ തളക്കുന്നുണ്ട്, ആ ജീവി കുതിരയെ വേടിക്കുന്നുണ്ട്, ആ ജീവി തിമിരങ്ങലത്തെ വേട്ടയാടുന്നുണ്ട്, ആ ജീവി മനുഷ്യനെന്ന ജീവി അലയാഴിയോട് മത്സരിക്കുന്നുണ്ട്, മലകളെ കീഴടക്കുന്നുണ്ട്. ഇല്ലേ, മനുഷ്യൻ കീഴടക്കാത്ത ഒന്നുമില്ല. അതിന് മനുഷ്യൻ എന്ത് വേണം? കരുത്ത് വേണം. ആ കരുത്തുള്ള എല്ലാം ഇവിടെ വെച്ചിട്ടുണ്ട്. കരുത്തില്ലെങ്കിൽ പിന്നെ വീട് നിനക്ക് നരകമായിരിക്കും, ഭാര്യ നിനക്ക് ഒരു നഷ്ടമായിരിക്കും. നിനക്ക് കരുത്തില്ലേ, പെണ്ണിനെ കണ്ണ് ദേഷ്യമായിരിക്കും. ആവശ്യമായ പഴയ കാലത്ത് അവർക്കൊരു വ്യായാമം വേണ്ട, അവർക്ക് സ്വയം പണിയുണ്ട്. ഇപ്പൊ കണ്ണ് പൂട്ടുന്ന ഒരാളെ സംബന്ധിച്ചിടത്തോളം എത്ര തവണയാണ് അയാൾ ചെരുപ്പില്ലാതെ മണ്ണിലിറങ്ങി നടക്കുക? ചെറിയ നടത്തൊന്നും മതിയാവില്ല, പ്രത്യേകിച്ച് ചേറിൽ കണ്ണ് പൂട്ടുന്ന സമയത്ത് ശരിക്ക് പറിച്ചെടുത്ത് നല്ല കരുത്ത് വേണം ഈ ചേർന്ന് കാലിങ്ങോട്ട് പറിച്ചെടുക്കാൻ. വീണ്ടും അങ്ങനെ കാല് കുത്തി നടക്കുക ചെയ്യുക. രാവിലെ മുതൽ ഒരു 12-1 മണി വരെ കണ്ണ് പൂട്ടുന്ന ഒരാൾ നിലമുഴുതുക. ഈ കാളയെ കൊണ്ട് പോത്തിനെ കൊണ്ട് നിലമൊഴുകുന്ന ഒരു മനുഷ്യൻ എത്ര കിലോമീറ്റർ നടക്കും? അപ്പോൾ അയാൾ കാഫ് മസിലിൻ്റെ കരുത്ത് എത്ര ഉണ്ടാവും? ഇനി അയാൾക്ക് മനസ്സിലായില്ല. മനുഷ്യൻ്റെ ആരോഗ്യത്തെ ഒരു കേന്ദ്രമായ ഒരു മസിലാണ് എന്ത്? അയാളെ കാഫ് മസിൽ. ഇത് ഈ മസിൽ മനസ്സിലാണ് പറഞ്ഞത്. ചേറിലും പൂണ്ടുപോകും കാല്. നല്ലൊരു ആരോഗ്യം ഇല്ലാത്തവന് അവിടെ കാല് പറിച്ചെടുക്കാൻ കഴിയില്ല. അപ്പം അവനെ കരുത്തോടു കൂടി നടക്കും. രാവിലെ ഒരു 6 മണിക്ക് നിലമുഴുതുന്ന ആളുകൾ ഏത് ജാതിയിൽപ്പെട്ടവരാണെങ്കിലും സുബൈ നിസ്കരിക്കുന്നവരൊക്കെ 6 മണിക്ക് കന്നൂട്ടാൻ തുടങ്ങും. 5:30-6 മണി. ഞാനങ്ങനെ ബാപ്പാനോട് കൂടെ കന്ന് പൂട്ടിന് കയ്യും കണക്കുമില്ല. അപ്പോൾ ഇങ്ങനെ വീട്ടിൽ ഇഷ്ടം പോലെ കാളകളുണ്ടായിരുന്നു. അപ്പോൾ നടക്കുന്ന ഈ വർക്ക് മുഴുവൻ ഈ ചേർന്ന് കാല് പറിച്ചെടുക്കുമ്പോൾ സ്വാഭാവികമായും കരുത്ത് എവിടെ വരും? ഈ കാഫ് മസിലിന് വരും. ഇങ്ങനൊരു വ്യായാമം ചെയ്യേണ്ട, ജിമ്മിൽ പോകേണ്ട ആവശ്യം പഴയകാലത്ത് ജിമ്മില്ല, ജിമ്മുണ്ട്. അലിഫ് ജിമ്മ്, മനസ്സിലായില്ലേ? അന്നത്തെ കാലത്ത് ജീമേ ഉള്ളൂ, എന്തില്ല. അറബി അക്ഷരമാലയിൽപ്പെട്ട ഒരു അക്ഷരമാണ് ജീമ്. ഇന്ന് ജീമുണ്ട്, ഇന്ന് ജീമില്ല, ജിമ്മാണ് കരുത്ത്. ഞാൻ പറയാം എൻ്റെ ജീവിതത്തിൽ അല്ലാഹു സുബ്ഹാനഹു ചെയ്ത വലിയ നിഅമത്ത്, എനിക്ക് ഒരു 24 മണിക്കൂറൊന്നും പണിയെടുത്താലും ഒരു തളർച്ച ഉണ്ടാവാറില്ല. റബ്ബിൻ്റെ സഹായം. അതിനെന്താ കാരണം അറിയും? കാരണം ഒരു വർഷത്തിൽ പെയ്യുന്ന മഴക്ക് കൊള്ളും. ഞങ്ങൾ അടിസ്ഥാനപരമായി നിലമ്പൂരിലെ കർഷകരാകുമ്പം കൊട ചൂടിയൊക്കെ ഒരു കാര്യം നടക്കില്ല. അന്നത്തെ സമയവും അന്ന് എനിക്കൊരു 16, 17, 18, 15, 16, 17, 18, 19, 20 വയസ്സൊക്കെ. ആ സമയത്ത് 10 വയസ്സ് മുതൽ തന്നെ കൂട്ടിക്കോളി. 10 വയസ്സിന് ഞാൻ എൻ്റെ നേരത്ത് കൂട്ടാം. 10 വയസ്സിന് ശേഷം മഴ കൊള്ളൊരു സ്ഥിരമായിരുന്നു. കൊട എടുക്കുകയില്ല, മഴ അങ്ങനെ കൊള്ളു, ഒന്നും സംഭവിക്കൂല. കാരണം ആ ബോഡിക്ക് ആ സിസ്റ്റം കൃത്യമായി കഴിഞ്ഞാൽ മഴ കൊണ്ട് ജലദോഷം ഉണ്ടാവില്ല. മഴ കൊള്ളാത്തവനെ മഴ കൊണ്ടാൽ ജലദോഷം ഉണ്ടാവുള്ളൂ. ഈ നിലം മുഴുതാൻ പാപ്പാനെ സഹായിക്കും. ഓടും അങ്ങോട്ടും ഇങ്ങോട്ടും. പാടത്തൂടെ ഓടുക എന്നാണ് ചെറിയ പണിയല്ല. കാരണം ഒരു കാല് പറിച്ചാണ്ട് കിട്ടൂല, അത്ര കരുത്ത് വേണം. ഈ നാച്ചുറൽ ഫുഡ് മാത്രമേ കഴിക്കുള്ളൂ. അക്കാലത്ത് കൃത്രിമമായ ഭക്ഷണമില്ല. ആ ഭക്ഷണം വാങ്ങിത്തരാനുള്ള പൈസയും പാപ്പാൻ്റെ കയ്യിലില്ല. അപ്പോൾ നമുക്ക് ആരോഗ്യം ഉണ്ടാക്കാനുള്ള കാരണം രണ്ടാണ്. ഒന്ന്, തട്ടുകടയെ കൊണ്ടുപോകാനുള്ള പൈസ പാപ്പാൻ്റെ കയ്യിൽ ഇല്ല, തട്ട് കടയുമില്ല. അപ്പം നമുക്ക് ആരോഗ്യം ഉണ്ടായി. ഇന്ന് നമ്മളെ കുട്ടികൾക്ക് ബീച്ചിൽ പോകണം. അവിടെ എന്താ ഉള്ളത്? കൃത്രിമ ഭക്ഷണം. അപ്പം എന്ത് ചെയ്യുന്നത്? ചെറുപയർ കഞ്ഞി
ഇഷ്ടം പോലെ. അത് ചെറുപയർ കഞ്ഞിയിലേക്ക് ഇട്ട് തവിടുള്ള അരിയിൽ ആ കഞ്ഞി കുടിക്കുക, അതൊന്ന് തൂമിക്കുക, കുറച്ച് തേങ്ങ ചേർക്കുക. എല്ലാം ഞാൻ വീട്ടിൽ അപ്പം ഉണ്ടാക്കുമ്പോൾ പോലും തേങ്ങ ചേർക്കും. തേങ്ങ നമ്മളെ ഒരു മുതല, പടച്ച തമ്പുരാൻ നമുക്ക് തന്ന ഒരു മുതലാണ് എന്ത് തേങ്ങ. വേറെ നാട് പോലെയല്ല, നമ്മുടെ നാട് കേരളമാണല്ലോ. പടച്ച തമ്പുരാൻ ഒരു നാട്ടിലൊരു സാധനം തരുന്നുണ്ടെങ്കിൽ ആ നാട്ടിൽ അതുകൊണ്ട് നല്ല ഉപയോഗം ഉണ്ടാകണമല്ലോ. ഈ നാട്ടിൻ്റെ പ്രകൃതിദത്തമായ രീതികൾക്ക് ഏറ്റവും ഉപകരിക്കുന്ന ഒരു സാധനമായത് അല്ലെങ്കിൽ പടച്ചമ്പുരാൻ വേക്കുമല്ലോ. ഇത് മരുഭൂമിയിൽ വസിക്കുന്നവരല്ല അത് ഉപയോഗിക്കേണ്ടത്, എവിടുത്തേരാണ്? അങ്ങനെയാണെങ്കിൽ പടച്ചോൻ ഇത് മരുഭൂമിയിലല്ലേ ഉണ്ടാക്കേണ്ടത്? ഈ നാട്ടിൽ ജീവിക്കുന്ന മനുഷ്യർക്ക് ആവശ്യമായതല്ലേ ഇവിടെ തരിക, അല്ലേ പറയാം? അങ്ങനെയല്ലേ? റബ്ബന മാ ഖലഖ്ത ഹാദാ ബാത്തില. ഒരു നാട്ടിൽ ഒന്നും പടച്ചോൻ വെറുതെ പടക്കൂല. അപ്പം ഏത് സാധനത്തിനും കുറച്ച് പച്ച തേങ്ങ അങ്ങോട്ട് ചിരണ്ടിട്ട് അതാണ് കയറ്റിയിടുക. ഞാൻ വീട്ടിൽ അപ്പം ചൂടാണെങ്കിലും എന്താണെങ്കിലും കുറച്ച് തേങ്ങ രണ്ടിനും പറയും. ആ തേങ്ങ അങ്ങോട്ട് ചിരണ്ടി ഇട്ടാൽ കഴിഞ്ഞാൽ ഏത് ഫുഡും, ഇപ്പം നിങ്ങൾ പത്തിരി ഉണ്ടാക്കുമ്പോഴും പത്തിരി തേങ്ങാപ്പൂല് കുതിർക്കുക. ഇവിടുന്ന് അങ്ങോട്ട് കഴിഞ്ഞാൽ ഒരു സ്വഭാവമുണ്ട്, ഏകദേശം കുറ്റിപ്പുറം കഴിഞ്ഞാൽ തന്നെ തുടങ്ങും. കുന്നംകുളം അങ്ങോട്ട് പോയാൽ ഞാൻ പറയട്ടെ, ഏകദേശം പിന്നെ ചാവക്കാട് ഏരിയയിലൊക്കെ അവർ പത്തിരി തേങ്ങാപ്പാൽ ഇരുന്നു. നമ്മൾ തേങ്ങാപ്പാൽ ഉപയോഗിക്കാതെ അവർ പത്തിരി ഉപയോഗിക്കില്ല. അതും നല്ലതാണ്. ഇറച്ചിക്കറി ആണെങ്കിൽ പോലും ഈ ഇറച്ചിക്കറിയിലേക്ക് അതിൻ്റെ എന്താ പറയുക, അതിൻ്റെ ഹാർഡ്നെസ്സിനെ കുറക്കാൻ എന്ത് പറ്റും? തേങ്ങാപ്പാൽ. അതൊന്നും നമ്മളെ മലബാറിൽ ഇപ്പോൾ ഇല്ല. പഴയ കാലത്ത് അങ്ങനെയാണ്. പഴയ കാലത്ത് നല്ല കുറച്ച് കൂട്ട് കൂടുതലുള്ള കറികൾ ഉപയോഗിക്കുകയാണെങ്കിൽ പഴയ കാലത്ത് എന്തുപയോഗിക്കും? തേങ്ങാപ്പാൽ. മനസ്സിലായില്ല? കൂട്ടുകളുള്ള കറിക്കൂട്ടുകൾ കൂട്ടിയിട്ട് കറി ഉണ്ടാക്കുകയാണെങ്കിൽ പഴയ കാലത്ത് ഈ കറിക്കൂട്ടുകളിലെ കാരം കുറക്കാൻ വേണ്ടി പഴയ കാലത്ത് എന്ത് ചെയ്തിരുന്നു? തേങ്ങാപ്പാൽ ഉപയോഗിച്ചിരുന്നു. ആ സമ്പ്രദായം ഇപ്പം നമ്മുടെ നാട്ടിലില്ല. അത് തേങ്ങാപ്പാൽ നമ്മുടെ സാധനമാണ്. പടച്ച തമ്പുരാൻ ഈ സിസ്റ്റത്തിൽ ആ തേങ്ങ തന്നിട്ടുണ്ടെങ്കിൽ എന്തിപ്പം ഞാൻ പറയാനുള്ള കാരണം എന്താ? ചെറുപയർ. ആ ചെറുപയറിൽ നമ്മൾ എന്ത് ചെയ്യുക? കുറച്ച് തേങ്ങ ചിരകിയിട്ട് ഉപയോഗിക്കുക. അത് നല്ല തവിടുള്ള കഞ്ഞിയിലേക്ക് ചേർക്കുക. ആണിനും പെണ്ണിനും അത് വളരെ നല്ലതാണ്. ഇനി വേറൊരു കൃത്രിമ ഫുഡിലേക്ക് നിങ്ങൾ ഓടേണ്ട.